ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് കേരള അസംബ്ലിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിലുള്ള വാദപ്രതിവാദം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ വഞ്ചനാപരമായ രാജ്യദ്രോഹപരമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് സ്റ്റാലിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. സ്റ്റാലിനും ഹിറ്റ്ലറും ഒരേ നുഖത്തിൽ പൂട്ടാൻ പറ്റിയ ആൾക്കാരാണ്. രണ്ടാളും കൊലയാളികളും സ്വേച്ഛാധിപതികളുമാണ് എന്നുള്ള രീതിയിൽ ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് തികഞ്ഞ രാഷ്ട്രീയ ലാഘവത്തോടുകൂടി നിന്ദ്യമായ രീതിയിലാണ് വി ഡി സതീശൻ വിഷയങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതിനെ പ്രതിരോധിക്കാൻ നടത്തിയ പിണറായി വിജയൻ്റെ ശ്രമം സത്യത്തിലൊരു പ്രതിരോധ നിരയിൽ നിന്നുകൊണ്ടാണ്. ഒരു വലിയൊരു ധാർമ്മിക പിന്തുണ ശക്തി അദ്ദേഹത്തിൻ്റെ പുറകിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നീട് അവരുടെ സൈഫർ സംഘങ്ങളും മറ്റ് പലരും വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവർ, രാഷ്ട്രീയത്തെ സത്യസന്ധമായി വിലയിരുത്തിയിട്ടുള്ളവരെല്ലാം തന്നെ പിന്നീട് രംഗത്ത് വരെയും ശക്തമായ ആക്രമണം വിശദീകരണങ്ങളും എല്ലാം തന്നെ ഈ വിഷയത്തിൽ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഈ പശ്ചാത്തലത്തിൽ സത്യത്തിൽ എന്താണ് നടന്നത്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ സമരത്തിലുള്ള അവരുടെ റോൾ എന്തായിരുന്നു, ഞാനത് ആദ്യം പറയാൻ ശ്രമിക്കുകയാണ്. എക്കാലത്തും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന്, അവിഭക്ത CPI നേതൃത്വത്തിന് തനതായ ഒരു പ്രോഗ്രാം, പരിപാടി, നിലപാട് സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കണം. അതൊരു ദുഃഖ സത്യമാണ്. കാരണം അവർക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. എക്കാലത്തും ഗാന്ധിയുടെ ജിന്നയുടെ, അതായത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വാളിൽ തൂങ്ങി നടക്കലായിരുന്നു ഈ വിഷയത്തിൽ. അങ്ങനെ ഒരു സ്വന്തം പരിപാടി അവർക്ക് 48 വരയ്ക്കും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ വിപ്ലവത്തെ സംബന്ധിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമരം ആ ഒരു സാഹചര്യത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം 42 വരുന്നത്. ആ ക്വിറ്റ് ഇന്ത്യ സമരം വരുന്നതാകട്ടെ അങ്ങനെ വലിയ ബ്രിട്ടീഷ് വിരുദ്ധ ഒരു ഉള്ളിൽ തട്ടി ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല. ഗാന്ധി എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് എല്ലാ കാലത്തും ഒത്തുതീർപ്പിൻ്റെയും കീഴടങ്ങലിൻ്റെയും നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിൽ ഡൊമീനിയൻ പദവി, അതായത് പുത്രികാ പദവി എന്നതിനപ്പുറം ചിന്തിക്കാൻ, പിന്നീട് പൂർണ്ണ സ്വരാജിനെ പറ്റിയൊക്കെ ഗാന്ധി വാചാലമായിരുന്നെങ്കിലും ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ 47 അധികാര കൈമാറ്റം വന്നപ്പോൾ ഒരു പുത്തൻ കൊളോണിയൽ ഇന്ത്യയാണെന്ന് തിരിച്ചറിയാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഒരു കോമൺവെൽത്ത് രാഷ്ട്രമായിരുന്നു 47 നമുക്ക് കിട്ടിയത്. പിന്നീടാണ് 50കളിലാണ് അത് റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. ആ റിപ്പബ്ലിക്ക് എന്നുള്ള നാമഫലകം ഇന്ത്യയിൽ ചാർത്തിയപ്പോഴും അതൊരു പുത്തൻ കൊളോണിയലായിരുന്നു. അർദ്ധ ഫ്യൂഡലും അർദ്ധ കൊളോണിയലുമായ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യയിലുള്ളത്. അതിൽ യാതൊരു സംശയമില്ല. നമുക്ക് സാമ്പത്തിക മീമാംസൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം വിശകലനം ചർച്ച ചെയ്യാനും വി ഡി സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏത് ഉന്നത നേതൃത്വമായിട്ടും വെല്ലുവിളിക്കാൻ തയ്യാറാണ്. അവർ തയ്യാറാണോ എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഈ കാലത്താണ്, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന്, രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം വരുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരമാകട്ടെ കോൺഗ്രസിൻ്റെ ഒത്തുതീർപ്പ് നിലപാടിൻ്റെയും നയത്തിൻ്റെയും കീഴടങ്ങൽ നടത്തിലും മടുത്തിട്ടാണ്. 30കളിൽ ഭഗത് സിംഗ് പ്രസ്ഥാനം വരുന്നുണ്ട്, ചിറ്റഗോങ് സമരം വരുന്നുണ്ട്, ആർയൻ മ്യൂട്ടനി പോലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. 42 കൃത്യമായി പറഞ്ഞാൽ 42 ആ ക്വിറ്റ് ഇന്ത്യ സമരം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ INA രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഈ സായുധ സമരത്തിൽ കൂടി അല്ലാതെ സായുധരായ ബ്രിട്ടീഷ് ഭരണത്തെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിനുണ്ടായത്. അങ്ങനെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഗാന്ധിയോടും നെഹ്റുവിൻ്റെ ഈ
വഴവഴപ്പൻ ഇരട്ടത്താപ്പ് അവസരവാദ നിലപാടിനോടും തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി ഉണ്ടാക്കണു. പിന്നീട് INA രൂപീകരിക്കപ്പെടുന്നു. ഇന്ത്യൻ യുവത്വം മുഴുവൻ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നെഹ്റു തൻ്റെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ആത്മാർത്ഥത എന്താണെന്ന് പിന്നീട് ആ സമരത്തെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. കോൺഗ്രസ്സുകാർക്കൊന്നും അതിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആ ക്വിറ്റ് ഇന്ത്യ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ദേശവ്യാപകമായി അട്ടിമറികൾ, റെയിൽവേ ലൈൻ പൊളിച്ചു മാറ്റുന്നു, ഫിഷ് പ്ലേറ്റുകൾ പിഴുതെറിയുന്നു, പാലങ്ങൾ പൊളിക്കുന്നുണ്ട്, കമ്പിത്തപാൽ വിച്ഛേദിക്കപ്പെടുന്നു. എന്തിന് പാലക്കാട് വിക്ടോറിയ കോളേജിലെ ലൈബ്രറിയിലും മലമ്പുഴ അകത്തറ പഞ്ചായത്തിനോട് ഇന്നത്തെ ആ പഞ്ചായത്തിലെ കാഞ്ഞിരംകടവ് പാലത്തിൽ വരയ്ക്കും ബോംബ് വയ്ക്കുന്ന തരത്തോളം ആ സമരം വികസിച്ചപ്പോൾ കോൺഗ്രസ് ഗാന്ധിക്ക് കാല് വിറയ്ക്കുകയും ആ സമരം ഏകപക്ഷീയമായി പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി അത് പറയാൻ വേണ്ടി ആ രീതിയിൽ വിശദീകരിക്കുന്നതിലും വിജയൻ അത് പരാമർശിക്കുന്നുണ്ട്. പക്ഷെ വിഷയം അതല്ല. ഈ സമരത്തിനോട് ഉള്ള സമീപനം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഒരു ലോക അടിസ്ഥാനത്തിലാണ് ഒരു ദേശീയ പ്രശ്നങ്ങളെ എന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ശരിയും. അന്ന് ലോക അടിസ്ഥാനത്തിലാകട്ടെ ഹിറ്റ്ലർ ജർമ്മനി ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ, മാനവരാശിയെ തന്നെ നാശത്തിലേക്ക് വലിച്ചഴക്കാൻ ശ്രമിക്കുന്ന ഒരു വളരെ ക്രൂരമായ നിന്ദ്യമായ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്ന കാലം. ഇതിനെതിരായിട്ട് ഇത് തിരിച്ചറിഞ്ഞ് ദീർഘദർശനത്തോടു കൂടി തിരിച്ചറിയുകയും അതിൻ്റെ ലോക രാഷ്ട്ര നേതൃത്വത്തെ ബന്ധപ്പെടുകയും ഹിറ്റ്ലറെ ശരിയായ രീതിയിൽ അതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നില്ലെങ്കിൽ ലോകം അങ്ങേയറ്റത്തെ ഒരു നാശത്തിലേക്ക് പോകും എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ സോവിയറ്റ് യൂണിയൻ മുൻകൈയെടുക്കുകയും സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ മാർഷൽ ഷുക്കോവിനെ സന്ദേശവാഹകനായി അയച്ചുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണാധികാരിയും US അതുപോലുള്ള മറ്റ് രാഷ്ട്ര നേതാക്കന്മാരുമായിട്ടെല്ലാം ചർച്ച നടത്തുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്ലറെ സന്തോഷിപ്പിച്ച് സമാധാനം നിലനിർത്താം എന്നുള്ള വ്യാമോഹത്തിലായിരുന്നു. മാത്രമല്ല അവർക്കും മറ്റൊരു ദുഷ്ടലാക്കുണ്ടായിരുന്നു. അതായത് ഹിറ്റ്ലർ വളർന്നു വന്ന് സോവിയറ്റിനെ അവർ കമ്മ്യൂണിസ്റ്റുകാർ ബദ്ധശത്രുക്കളായിരുന്നു, അവർക്ക് പ്രഖ്യാപിത ശത്രുവാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയനെ ആ ശൈശവദശയിലെ സോവിയറ്റ് യൂണിയനെ നശിപ്പിക്കുന്നതിൽ അവർക്ക് ഒരു പൊതു സമവായം ഹിറ്റ്ലറുമായിട്ട് നേരിട്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഹിറ്റ്ലർ വളർന്നു വരികയും സോവിയറ്റ് യൂണിയനുമായി ഏറ്റുമുട്ടലുണ്ടാകുകയും അങ്ങനെ സോവിയറ്റ് യൂണിയൻ നശിക്കുകയാണെങ്കിൽ നശിക്കട്ടെ, രണ്ട് ശക്തികളും ക്ഷയിക്കുകയാണെങ്കിൽ അപ്പോൾ ഇടപെടാം എന്നുള്ള ഒരു ഗൂഢപദ്ധതി, വളരെ നിന്ദ്യമായ ഒരു ആലോചന ഈ രാഷ്ട്ര നേതാക്കന്മാർക്ക് ഇടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ സോവിയറ്റ് യൂണിയൻ്റെ മുൻകൈയിൽ നടന്ന ദൗത്യ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല. പക്ഷേ എന്താ ഉണ്ടായത്? അവസാനം അവർ മ്യൂണിച്ചിൽ കൂടിയൊരു സമ്മേളനത്തിൽ ഹിറ്റ്ലർ ജർമ്മനിയായിട്ടും ഫാസിസ്റ്റായിട്ടുള്ള മുസോളിനി ഇറ്റലിയായിട്ടും ധാരണയിലെത്താൻ ശ്രമിക്കുകയാണ്. ഫ്രഞ്ച് പ്രധാനമന്ത്രി ദലാഡിയറും അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചാംബർലൈനും ചേർന്നാണ് അവിടെ ആ മ്യൂണിച്ച് അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതിലും അത് ഒപ്പുവെക്കുന്നത്. എന്നിട്ട് ഹിറ്റ്ലറെ സന്തോഷിപ്പിച്ചുകൊണ്ട് തങ്ങളെ ആക്രമിക്കില്ല, തങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടാവില്ല എന്നുള്ള ഒരു ധാരണയിലെത്തിയും സമാധാനത്തിന് വേണ്ടി ഹിറ്റ്ലറുമായിട്ട് യാചിക്കുകയായിരുന്നു സത്യത്തിൽ. അന്ന് ആ കാലഘട്ടത്തിൽ പുരോഗമനവാദികൾ വസ്തുതൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന പത്രപ്രവർത്തകർ H.G. വെൽസ് പോലുള്ളവർ പോലും ആ കാര്യത്തെ എന്നോട് പ്രതികരിച്ചിട്ടുണ്ട്. സമാധാനത്തിന് വേണ്ടി ഹിറ്റ്ലറോട് യാചിക്കുകയായിരുന്നു. സ്റ്റാലിൻ്റെ റഷ്യയെ പരമാവധി അവർ തഴഞ്ഞു നിർത്തുകയും അങ്ങനെ സ്റ്റാലിൻ്റെ റഷ്യയെ ഹിറ്റ്ലർ ജർമ്മനിക്കൊരു ഇരയായി ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശമായിരുന്നു അവരുള്ളത്. ഈ പദ്ധതി കൃത്യമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവസാനം സ്റ്റാലിൻ്റെ നിർദ്ദേശപ്രകാരം മൊളോട്ടോവ് ഹിറ്റ്ലർ ജർമ്മനിയുമായിട്ട് സന്ധി സംഭാഷണം നടത്തുകയും അഗ്രിമെൻറ്റിൽ ചേരുകയും ചെയ്യണം. അത് ആ കരാർ അറിയപ്പെടുന്നത് എന്താണ് പറയുക, ഒരു മിനിറ്റ്,
ആ കരാർ അറിയപ്പെടുന്നത് റിപ്പൺ ട്രാപ്പ് മൊളോട്ടോ കരാർ എന്ന പേരിലാണ്. 1930 ആ കരാർ ഉണ്ടാക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒരു ലക്ഷ്യമല്ല. പക്ഷേ യുദ്ധം വന്നാൽ അത് എങ്ങനെ നേരിടണം എന്നുള്ളതിനോടൊരു മാർക്സിസ്റ്റ് മാവോയിസ്റ്റ് നിലപാട് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ യുദ്ധത്തിൽ മുന്നേറിയിട്ടുണ്ട്, യുദ്ധം നടത്തിയിട്ടുണ്ട്. തങ്ങളുടെ സംരക്ഷണത്തിനും മനുഷ്യരാശിക്കും വേണ്ടിയാണ് അവർ ജീവത്യാഗം എന്ന് നടത്തിയിട്ടുള്ളത്. പക്ഷേ കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ റിപ്പൺ ട്രാപ്പ് മൊളോട്ടോ ഉടമ്പടി ഉണ്ടാകുന്നത്. അത് എന്താണ്, ഹിറ്റ്ലർ ജർമ്മനിയുമായി എന്തെങ്കിലും ഒരു സമവായത്തിൽ എത്തിയത് കൊണ്ടല്ല. തൽക്കാലം സോവിയറ്റ് റഷ്യ ഒരു നാടുമായിട്ട് ഒരു യുദ്ധത്തിനും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഫലങ്ങളെ സംരക്ഷിച്ച് വികസിച്ചെടുക്കേണ്ടതുണ്ട്. ആ നാടിനെ സംരക്ഷിക്കേണ്ടത് ലോക മനുഷ്യരാശിക്ക് അതൊരു മാതൃകയായി തീരണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണുള്ളത്. ഇതുപോലെ കരാർ ലെനിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്. ബ്രസ്റ്റ് ലിറ്റോവ്സ്കി ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കാളികളായിരുന്ന മറ്റ് നാടുകളെല്ലാം ചേർന്ന് ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നുണ്ട്. അതിൽ റഷ്യ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് ട്രോട്സ്കിയാണ് ആ സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്, ലെനിൻ അയക്കുന്നു. അപ്പോൾ പറഞ്ഞത് ആ സമാധാന ചർച്ചയിൽ ഒരു പെറ്റിക്കോട്ട് ഇട്ടുകൊണ്ടാണ് പോകേണ്ടി വരുന്നതെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാകണം എന്ന് പറഞ്ഞിട്ടാണ് ലെനിൻ അയക്കുന്നത്. കാരണം റഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്ന് സമാധാനവും റൊട്ടിയുമാണ് പ്രശ്നം. കൊച്ചു ശൈശവ ദശയിലുള്ള പിച്ച വെച്ച് നടക്കുന്ന ഒരു സോവിയറ്റ് യൂണിയൻ നശിപ്പിക്കാൻ ലോക മുതലാളിത്തവും സാമ്രാജ്യത്വ ശക്തികളും മറ്റ് പിന്തിരിപ്പന്മാരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പുണ്ട്. അതിന് ശേഷം റഷ്യ ഇതേ 40 കാലഘട്ടത്തിൽ രണ്ടാം ലോക യുദ്ധം നടക്കുമ്പോൾ തന്നെ മാവോസേത്തും ചിയാങ് ഷേക്കുമായി ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഭാഗമായി അച്ചുതണ്ട് ശക്തിയിലെ ഒരു ശക്തിയായ ജപ്പാൻ ചൈനനെ ആക്രമിക്കണം. അപ്പോൾ ആ ചൈന ദേശീയ താല്പര്യം കണക്കിലെടുത്തും ആഗോളതലത്തിലുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും മാവോസേത്തും ചിയാങ് ഷേക്കുമായി കരാറുണ്ട്. വളരെ അവരുടെ വിലപ്പെട്ട ചുവപ്പ് താവള പ്രദേശങ്ങളെല്ലാം വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ കരാറിന് തയ്യാറാകേണ്ടത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഒരു ലക്ഷ്യമാണ്. സമത്വ സുന്ദരമായ ഒരു ലോക വ്യവസ്ഥിതി അവരുടെ ലക്ഷ്യമാണ്. അതാണ് അവർക്ക് പ്രധാനം. യുദ്ധം ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇതിനെ സംരക്ഷിക്കാൻ യുദ്ധം വേണ്ടി വന്നാൽ യുദ്ധത്തിന് അവർ തയ്യാറായിട്ടുണ്ട്. അതിനെല്ലാം അറിയാതെ എന്തോ ചരിത്ര പണ്ഡിതന്മാരി അദ്ദേഹം തൻ്റെ ആത്മജ്ഞാനത്തെ അളവറ്റ ജ്ഞാനമായി അറിവായി വിളമ്പാണ് അസംബ്ലിയിൽ ചെയ്തത്. ഇത് ലോകാടിസ്ഥാനത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോഷ്യലിസ്റ്റ് ശക്തികൾക്ക്, പ്രത്യേകിച്ചും സ്റ്റാലിനും ഉണ്ടായിട്ടുള്ള ആ വിജയം, മുന്നേറ്റം ഒരു വലിയ പ്രഭാവലയത്തെ സോഷ്യലിസ്റ്റ് ശക്തികൾക്കും സോവിയറ്റ് യൂണിയനും പ്രത്യേകിച്ച് സ്റ്റാലിനും ഉണ്ടാക്കി കൊടുക്കേണ്ടായി. അതിൽ അസൂയാലുക്കളായിട്ടുള്ള സാമ്രാജ്യത്വ ശക്തികളും പിന്തിരിപ്പന്മാരും കൂലി എഴുത്തുകാരും ചേർന്ന് എന്നും സോവിയറ്റ് യൂണിയനെതിരായിട്ട്, കമ്മ്യൂണിസത്തിനെതിരായിട്ട് അവർ ദുഷ്പ്രചരണം നടത്തിയിട്ടുണ്ട്. അതൊരു വലിയ ഒരു വാദ്യ സംഘമാണ്. അതിലൊരു ചിഞ്ചിയം കൊട്ടുകാരനായ ചെക്കനന്മാരെയാണ് ഇന്നിപ്പോൾ വി ഡി സതീശൻ ഈ പഴയ ആ പീറച്ചെരുപ്പും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പീറച്ചെരുപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ആൾക്ക് അതുമായിട്ട് തുടർന്നു പോകാം. കോൺഗ്രസിൻ്റെ എക്കാലത്തെയും നയമായിരുന്നു. എക്കാലത്തും അത് അങ്ങനെയായിരുന്നു. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടായിരുന്നു. ബ്രിട്ടീഷുകാരുമായി എന്നും സന്ധി ചെയ്തിട്ടുള്ളൊരു ശക്തിയാണ് ഈ നാടിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അന്നത്തെ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ളതാണ്. നെഹ്റു, ഇപ്പോൾ ഞാൻ പറയുകയാണ്, നെഹ്റുവിന് ഈ ലോക രാഷ്ട്രീയമൊക്കെ നന്നായി അറിയുന്ന ആളായിരുന്നു. അദ്ദേഹത്തെപ്പറ്റി സുഭാഷ് ചന്ദ്രബോസ് പറയേണ്ടായി നെഹ്റുവിന് എഴുതിയൊരു കത്തിൽ. ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഘോരഘോരമായി ഈ രാഷ്ട്രീയങ്ങളെ പറ്റിയിട്ടും ലോകരാഷ്ട്രങ്ങളുടെ ബന്ധങ്ങളെ പറ്റിയിട്ടും ഇന്ത്യൻ രാഷ്ട്രീയവും സ്വാതന്ത്ര്യ സമരവും ലോക രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയൊക്കെ സംസാരിക്കും. അവസാനം ഗാന്ധി പറയുന്ന പ്രമേയം നല്ല സുന്ദരം ഭാഷയിൽ എഴുതി അത് AICCയിൽ പാസ്സാക്കി എടുക്കുന്നതിൽ മുൻകൈ എടുക്കും. നിങ്ങൾ ആരാണ്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണോ, സോഷ്യലിസ്റ്റാണോ, ഇല്ല ജനാധിപത്യമാണ്, ഇതൊന്നും അല്ലാലോ എന്ന് പറഞ്ഞ് നെഹ്റുവിനെ പിച്ച് ചെയ്യുന്നുണ്ട് സുഭാഷ് ചന്ദ്രബോസ്. അതിനു മുമ്പ് AICCയെ പറ്റി AICCൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന തൻ്റെ ആത്മകഥയിൽ
അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. ലോക രാഷ്ട്രീയത്തെപ്പറ്റി AICCക്ക് അറിയേയില്ല, എന്ത് നടക്കണമെന്ന്. ആകെ എന്തെങ്കിലും അതിനെപ്പറ്റി പറയുന്നത് നെഹ്റു മാത്രമാണെന്ന്. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അന്നും ഇന്നും അത് തന്നെയാണ്. ഈ ഒരു രാഷ്ട്രീയ പരത്തം അവർ സ്വയം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ അണികളെങ്കിലും അത് തിരിച്ചറിയണം, ഇന്ത്യൻ്റെ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട്. ഇനി ഞാൻ ഈ എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന് തനതായ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. അത് സമ്മതിച്ചേ പറ്റൂ. ആ കാലഘട്ടത്തിലാണ് രണ്ടാം ലോക യുദ്ധം സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലായിട്ട്, അതായത് മ്യൂണിച്ച് കരാറിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് ഹിറ്റ്ലർ പെട്ടെന്ന് യൂറോപ്പിനെ മൊത്തം കീഴ്പ്പെടുത്തുന്നു. ഫ്രഞ്ച് വീഴുന്നുണ്ട്. അവസാനം ബ്രിട്ടനെതിരായിട്ട് തിരിയും എന്നുള്ള അവസ്ഥ വരുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ്, ആ കാലഘട്ടത്തിൽ ആ യുദ്ധത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ലെനിനിസ്റ്റ് നിലപാടുണ്ട്. യുദ്ധത്തെ സാമ്രാജ്യത്വ യുദ്ധങ്ങൾ അന്യായ യുദ്ധങ്ങളാണ്, മനുഷ്യരാശിക്കെതിരായിട്ടുള്ളതാണ്. അവരുടെ കൊള്ളയ്ക്കും വെട്ടിപ്പിടുത്തത്തിനും ലോകാധിപത്യത്തിനും വേണ്ടിയുള്ള യുദ്ധത്തിൽ നമ്മൾ പങ്കാളികളായ ജനത മാത്രമല്ല, അതാത് ഭരണകൂട ശക്തികളെ, യുദ്ധത്തിലുള്ള ഈ അന്യായ യുദ്ധത്തിലുള്ള ഭരണകൂട ശക്തികളെ ആഭ്യന്തര യുദ്ധം കൊണ്ട് ദുർബലപ്പെടുത്താനും പരാജയപ്പെടുത്താനും യുദ്ധത്തിനെതിരായിട്ടുള്ള അഭിപ്രായം അലയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കേണ്ടതെന്നുള്ള നിലപാടാണ്. അതുകൊണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തെ സാമ്രാജ്യത്വ യുദ്ധമായിട്ടാണ് കണ്ടിരുന്നത്. അത് പിന്നീട് 1941 അത് പെട്ടെന്ന് അവിചാരിതമായി ഈ റിബൺ ട്രാപ്പ് മൊളോട്ടോ കരാറിനെ വഞ്ചിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുകയാണ് ജർമ്മനി. ആ സമയത്താണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്റ്റാലിനും ധീരമായൊരു ഇത് ജനകീയ യുദ്ധമാണ് ആയിട്ട് മാറുന്നു. കാരണം സോവിയറ്റ് യൂണിയനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റുകാരെ എന്നും മനുഷ്യരാശിക്ക് വേണ്ടി, അവരുടെ നിലനിൽപ്പിനും ഉന്നമനത്തിനും വേണ്ടിയാണ് ജീവത്യാഗം. ലോകത്തെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്ത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അങ്ങനെ ഈ രണ്ടാം ലോക യുദ്ധത്തിൽ ഫാസിസത്തിനെതിരായി അങ്ങനെ ഒരു ഇത് വരണമെങ്കിൽ ഹിറ്റ്ലറുമായിട്ട് മറ്റു രീതിയിൽ പോവാം. ലക്ഷക്കണക്കിന് ജനതയാണ്, ചെമ്പടയാണ്, കമ്മ്യൂണിസ്റ്റ് കാഡർമാരെയാണ്. എന്തിന് സ്റ്റാലിൻ്റെ സ്വന്തം മകനെപ്പോലും ബലി കൊടുത്ത ഒരു യുദ്ധമായിരുന്നു അത്. യാക്കോവിനെ ബലി കൊടുക്കുകയാണ്. സാധാരണ ലക്ഷക്കണക്കിൽ സോവിയറ്റ് പട്ടാളക്കാർ മരിച്ചു വീഴുമ്പോൾ അതിലൊരു പട്ടാളക്കാരനായി മാത്രമാണ് സ്റ്റാലിൻ തൻ്റെ മകനെയും കണ്ട് പിടിക്കപ്പെട്ടു. വിലപേശാൻ ഞങ്ങൾ വിട്ടുതരാം, ഞങ്ങളുടെ ജനറലിനെ വിട്ടുതരൂ എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു സാധാരണ പട്ടാളക്കാരനെ, ഒരു ജനറലിന് വേണ്ടിയിട്ട് വിലപേശാൻ ഞാൻ ഉപയോഗിക്കില്ല. ഇവിടെ എൻ്റെ എത്രയോ കോടി ലക്ഷം ജനങ്ങൾ മരിച്ചു പോവുകയാണ്, എൻ്റെ മകൻ അതിലൊരാളാണെന്നുള്ള നിലപാടാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം, അതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം. ഇത് സതീശൻ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ജനകീയ യുദ്ധം എന്ന് അത് യുദ്ധത്തിൻ്റെ സ്വഭാവം മാറിയതോടുകൂടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു വിപ്ലവ പരിപാടിയും നിലപാടും ഇല്ലാത്തവർക്ക് ആ ജനകീയ യുദ്ധം എന്ന നിലപാട് ഇന്ത്യയിൽ യാന്ത്രികമായി നടപ്പാക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഉടനെ ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കാകില്ല. ലോകാടിസ്ഥാനത്തിൽ എല്ലാവരും ആ അന്നത്തെ സഖ്യശക്തികളെ പിന്തുണയ്ക്കുക ചെയ്ത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരും അതിൻ്റെ ഒരു പിന്തുണയ്ക്കുക, ഒരു യാന്ത്രികമായ അനുകരണമായിരുന്നു, ഒരു അനുഷ്ഠാനമായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വഞ്ചിച്ചു, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെ വഞ്ചിച്ചു, ബ്രിട്ടീഷുകാരുടെ കൂടെ പോയി. അന്ന് ഒരു കാലത്ത് പണം കാശ് കൊടുക്കരുത്, പട്ടാളത്തിൽ ചേരരുത് എന്ന് മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യ കമ്മ്യൂണിസ്റ്റുകാർ പിന്നീട് പട്ടാളത്തിൽ ചേരുകയും അവർക്ക് യുദ്ധ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതൊരിക്കലും കോൺഗ്രസിൻ്റെ നേതാവായ ഗാന്ധി ചെയ്ത പോലെ ആയിരുന്നില്ല. നിങ്ങൾക്കറിയാം, ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് റിക്രൂട്ടിംഗ് ഏജൻ്റായി പ്രവർത്തിച്ച ആളാണ് ഈ ഗാന്ധി എന്ന് പറയുന്ന ആൾ തെക്കേ ആഫ്രിക്കയിൽ. കാരണം മാതൃരാജ്യമാണത്രേ ഇന്ത്യ. ബ്രിട്ടീഷ് കൊളോണിയൽ ലോകത്തിൽ ഞെരുങ്ങുമ്പോൾ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സ്വന്തം മാതൃരാജ്യമാക്കുകയും കാണുകയും എന്നിട്ട് ആ മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ പട്ടാളത്തെ റിക്രൂട്ട് ചെയ്യുന്ന പണിയിൽ ഗാന്ധി ഏർപ്പെടുകയും ചെയ്തു. ഇതാണ് ഗാന്ധിൻ്റെയും അയാളുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെയും പാരമ്പര്യം. അപ്പോൾ ഇത് തേച്ചു മാറ്റി കളയാൻ കഴിയില്ല. ഇത് ചരിത്രത്തിൽ കൊത്തിവെച്ചിട്ടുള്ള ശിലാരേഖകളാണ്. ഇത് H.G. വെൽസിൻ്റെ ലോക ചരിത്ര പുസ്തകമെല്ലാം വായിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും.
നെഹ്റുവും ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത് തൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ഒരച്ഛൻ മകൾക്ക് അയച്ച കോൺഗ്രസ്സുകാർ അതൊക്കെ ഒന്ന് മറിച്ച് നോക്കിയെങ്കിലും ചെയ്യണം. ഇന്ദിരാഗാന്ധി അതൊന്നും വായിക്കാതെയാണ് അന്നത്തെ ഒരച്ഛൻ പ്രതീകാത്മകമായ അത് കടലാസ് തോണി ഉണ്ടാക്കി കളിച്ച് നടന്നു. അതുകൊണ്ടാണ് പിന്നീട് എമർജൻസി എല്ലാം അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പം ഈ ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് അവർ വളരെ യാന്ത്രികമായി ഈ ജനകീയ യുദ്ധം എന്നുള്ള ആ മുദ്രാവാക്യം ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ ഒരു പഴി ഉണ്ടാകണം. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെപ്പറ്റി സ്വയം വിമർശനമൊക്കെ നടത്തിയെന്നാണ് പറയണത്. എന്നാലും പല നേതാക്കൾ അത് തെറ്റാണെന്ന് ഞാൻ അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ ജ്യോതി ബാസു പോലുള്ളവരൊക്കെ പറയുന്നുണ്ട്, അന്ന് എടുത്തൊരു നിലപാട് തെറ്റാണ്. അതൊരു വലതുപക്ഷ നിലപാടെന്നാണ്. ഇതേ നയം ഇത് ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയിൽ വിപ്ലവം നടക്കുന്ന കാലഘട്ടമാണ്. അന്ന് അവരങ്ങനെയാണ് ഇത് നടപ്പിലാക്കി. ഒരു വിപ്ലവ പരിപാടിയിൽ നിന്നുകൊണ്ടായതുകൊണ്ട് വളരെ അനായാസേന അത് കൈകാര്യം ചെയ്യാനും ചൈനയിലെ മോചനം സാധ്യമാക്കാനും അവർക്ക് കഴിഞ്ഞു. ചാങ്കൈ ഷേക്കുമായിട്ട് അവർക്ക് കരാറുണ്ടാക്കാൻ കഴിഞ്ഞു. ബദ്ധശത്രുവായ ജപ്പാൻ്റെ നട്ടല്ലൊടിച്ചതോടുകൂടി ആ അച്ചുതണ്ട് ശക്തികളുടെ ഒരു വലിയ ശക്തിയാണ്. രണ്ടാം ലോക യുദ്ധത്തിൽ ഫാസിസത്തിനേറ്റ നാസിസത്തിനേറ്റ ആ തോൽവിയിൽ ചൈനീസ് യുദ്ധം ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതുകൂടി എൻ്റെ ഒരു വിലയിരുത്തലാണ്. മാത്രമല്ല ഫാസിസത്തിനെതിരായി മുസോളിനിൻ്റെ നാസിസത്തിനെതിരായി യൂറോപ്യൻ നാടുകളിൽ പൊരുതിയതാരാ? കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ പിന്താങ്ങുന്ന പുരോഗമനവാദികളായിരുന്നു, പുരോഗമന എഴുത്തുകാരായിരുന്നു. അവരാണ് വെടികൊണ്ട് മരിച്ചത്, അവരാണ് തൂക്കിൽ കയറിയത്, അവരാണ് ജയിലറകളിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളത്. കോൺഗ്രസ്സുകാർ ഇത് മനസ്സിലാക്കണം എന്നുള്ള ലോകം മുഴുവൻ എക്കാലത്തും മനുഷ്യരാശിക്കെതിരായി ശത്രുവിനെതിരായി പോരാടിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. ഇന്നത്തെ ഇലക്ഷൻ കമ്മ്യൂണിസ്റ്റുകാരെയല്ല ഞാൻ പറയുന്നത്. അവരൊരിക്കലും അതുകൊണ്ടാണ് അവർക്ക് ഈ പഴിയെല്ലാം ഇന്ന് കമ്മ്യൂണിസത്തിനെതിരായ അവമതിപ്പും മറ്റുമെല്ലാം നേടിത്തരാൻ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നാം വിമർശനപരമായി CPM പ്രവർത്തകർ സ്വയം വിമർശനപരമായി ഈ കാര്യം പരിശോധിക്കുകയും തിരുത്താനും അവർ തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ ഒരു തിരുത്തലിൽ നിന്നുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കോൺഗ്രസ്സുകാരുടെ കുപ്രചരണത്തെ നേരിടാൻ കഴിയൂ. സ്റ്റാലിന് നിങ്ങൾക്ക് സ്റ്റാലിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പിന്നീട് ആഭ്യന്തര കാര്യങ്ങൾ സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിൽ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പിശകുകൾ വന്നിട്ടുണ്ട്. സ്വേച്ഛാധിപതി ആയതുകൊണ്ടില്ല. സ്റ്റാലിനെമാരി ജനാധിപത്യവാദിയായി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വേറെ ആരും ഉണ്ടായില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ 4 പ്രാവശ്യം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ സ്റ്റാലിൻ തയ്യാറായി ആവശ്യപ്പെട്ടു. പക്ഷെ ആരും സമ്മതിച്ചില്ല. പക്ഷേ അവിടെ വരുന്ന സോഷ്യലിസം നിർമ്മാണത്തിനോടൊപ്പം തന്നെ വളർന്നു വരികയായിരുന്ന മുതലാളിത്ത ശക്തികളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല സ്റ്റാലിന്. അത് സ്റ്റാലിൻ്റെ ദാർശനികമായ പ്രശ്നങ്ങളാണ്. അതിവിടെ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ ദാർശനികമായ പ്രശ്നങ്ങൾ കൃത്യമായി പറഞ്ഞാൽ മെറ്റഫിസിക്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ ശരിക്കും മനസ്സിലാക്കാതെ യാന്ത്രിക ഭൗതികവാദം അന്ന് സ്വാധീനിച്ചിരുന്നു. അത് സ്റ്റാലിൻ്റെ നേതൃത്വമുള്ള 3ാം ഇൻ്റർനാഷണലിലും ഉണ്ടായിരുന്നു. ആ 3ാം ഇൻ്റർനാഷണലിൻ്റെ കീഴിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ഇന്ന് ഒന്നും ഇല്ലാതായി പോവുക ചെയ്ത്. യാന്ത്രിക ഭൗതികവാദം അത് വരട്ട് തിരുത്തൽവാദ നിലപാടിൽ ആ പടുകുഴിയിൽ അവർ വീണ് നശിക്കുകയാണ് ചെയ്തത്. ഇന്ന് ഒരു മ്യൂസിയം പീസായി CPM ഇവിടെ നിൽക്കുന്നുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചെങ്കൊടി പിടിക്കുകയും ചെങ്കുപ്പായിടുകയും ഭൂഷാസിക്ക് വേണ്ടി സാമ്രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ പണിയിലുള്ള മത്സരമാണ് കോൺഗ്രസും CPM-ഉം അല്ല മറ്റു പാർട്ടികളും തമ്മിലുള്ള പരസ്പര മത്സരം. ആരെങ്ങനെയാണ് സാമ്രാജ്യത്വത്തെ, ഇവിടുത്തെ ദല്ലാൾ മുതലാളിത്തത്തെ, ഇവിടുത്തെ ഫ്യൂഡൽ വ്യവസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതെന്ന മത്സരത്തിലാണ് അവർ.